അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ലോട്ടറി ട്രിക്കിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു 13 വെച്ചിട്ടുള്ളൊരു, അതായത് 13ന്റെ ഒരു ഐഡിയ ആണ്. അതിൽ വേറെ എന്തൊക്കെയോ ഐഡിയകളുണ്ട്, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു കാര്യം പറയാം. അതായത് ആവശ്യമുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ മതി. ലോട്ടറി എടുക്കുന്ന, ലോട്ടറി ട്രിക്ക് ആവശ്യം വരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഇത് കണ്ടാൽ മതി. കമന്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ തെറി വിളിക്കുന്ന ആൾക്കാർ ഇത് കാണണമെന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് 8230 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 0 വന്നിരിക്കണം. ഓക്കെ, ലാസ്റ്റ് 0 വന്ന നമ്പർ ആയിരിക്കണം. പക്ഷെ ഈ 3 നമ്പർ കൂട്ടുമ്പോൾ 8 2 10 13 കിട്ടിയിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ള നമ്പറുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം. 8230 എന്നുള്ള നമ്പർ നമ്മൾ നോക്കണം. 8230 വന്നിട്ടുള്ളൊരു നമ്പർ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? 8 2 10 13 ആണോ എന്ന് നോക്കുക കറക്റ്റായിട്ട്. പക്ഷെ ലാസ്റ്റ് ഒരു 0 വന്നിരിക്കണം. അങ്ങനത്തെ നമ്പറുകൾ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലെല്ലാത്തിലും ഒരു 1 കൂട്ടുക. നമുക്ക് ഒരു 1 കൂട്ടുക. അതായത് 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 9 ആണ്. അപ്പൊ അതുപോലെ എല്ലാത്തിലും ഒരു 1 കൂട്ടുക. ഇവിടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 3 കിട്ടും. ഇതിലൊരു 1 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു 9ന്റേതായ ഒരു നമ്പർ ആക്കണം. 9ന്റേതായ ഒരു നമ്പർ എന്ന് പറയുമ്പോൾ അതായത് 18 27 അറിയാലോ 36 അങ്ങനത്തെ ഒരു നമ്പർ 4 അക്കത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ഇവിടെ 8 2 10 13 ആണ്. 13ഉം ഇവിടെ 5 ഇടുമ്പോഴാണ് ഒരു 18 വരുന്നത് അല്ലെ. അതായത് 13 14 15 16 17 18 എന്ന് പറയുന്നത് ഒരു 9ന്റെ നമ്പറാണ്. അപ്പൊ നമുക്ക് ഇത് 82 35 ഇടുമ്പോഴാണ് ഇത് ശരിക്കും ഒരു 9ന്റെ നമ്പർ ആകുന്നത്. 8 1 9 8 2 10 13 5 18 കണ്ടല്ലോ. അതായത് 8 1 9ന്റെ നമ്പർ ആവുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ എത്തിച്ചതിന് ശേഷം ആ നമ്പർ ഇതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര വരും. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് എത്ര ഇടണം? 6 ഇടേണ്ട വരും. ഓക്കെ, അതായത് 93 46 ഇതൊരു 1 കൂട്ടുമ്പോൾ ഇവിടെ 6 ആണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന നമ്പറും അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയാം. നമുക്ക് കിട്ടുന്ന ഒരു ബ്ലോക്ക് 93 40ന്റെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ ഇവിടെ 82 30 വന്നിട്ടുണ്ട്. പോരാത്തതിന് ഈ 82 30 തന്നെ അതിന്റെ തലേദിവസം, അതായത് ഇത് 19-ാം തീയതിയാണ് 82 30 വന്നിട്ടുള്ളതെങ്കിൽ 18-ാം തീയതിയിൽ 2 പ്രാവശ്യം 82 30 വന്നിട്ടുണ്ട്. 82 32 82 39 ഇങ്ങനെ 2 പ്രാവശ്യം വന്ന നമ്പറുകൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഏതൊരു ട്രിക്ക് നോക്കുമ്പോഴും കൂടുതൽ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ വരുമ്പോഴൊക്കെയാണ് നമുക്കത് കൂടുതൽ സൂട്ട് ആവുന്നത് ചില നമ്പറുകളൊക്കെ. അപ്പൊ ഇവിടെ 52 30 അതായത് 0 വന്നിട്ടുണ്ട്. അതിന് മുന്നേ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ അവിടെ അടിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടിയ നമ്പർ 93 46 ആണ്. അതിന്റെ പിറ്റേ ദിവസം 19-ാം തീയതി 20-ാം തീയതിയിൽ 93 46 കണ്ടല്ലോ. ഇവിടെ 93 46 വന്നിട്ടുണ്ട്. അതേപോലെ 93 40 വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന നമ്പർ ഇവിടെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ നമുക്ക് ഇവിടെ 0 ആക്കുകയും ചെയ്യാം. 93 0 6 അങ്ങനെയാക്കാം. 93 0ന്റെ ബ്ലോക്കും ശ്രദ്ധിക്കുക. നമുക്കത് ഞാൻ നോക്കിയിട്ടില്ല, എങ്കിലും അങ്ങനെ വേറെ വല്ല നമ്പറുകളിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. നമുക്കിതിൽ 93 0ന്റെ ബ്ലോക്ക് വന്നിട്ടുണ്ടോ നോക്കാം. നോക്കി നോക്കട്ടെ. 93 40 വന്നിട്ടുള്ളത്. 93 06 റൊട്ടേറ്റ് ചെയ്തെടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ നമ്പറൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്തൊരിക്കലും എടുക്കരുത്, കാശ് വെറുതെ പോകും. നമുക്ക് നോക്കി നോക്കാം. എങ്കിലും വേറെ വല്ല നമ്മൾ ചില നേരത്ത് വേറെ കുറെ നമ്പറുകളൊക്കെ നോക്കുമ്പോൾ 0ത്തിലും വരുന്നുണ്ട്. 93 08 വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ബ്ലോക്കും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനത്തെ ഒരു ബ്ലോക്കും വരുന്നുണ്ട്. നമുക്ക് 93 0ത്തിൽ വീണ്ടും വന്നിട്ട് നോക്കട്ടെ. അതിനാണ് ഈ നോക്കുന്നത്. 93 06 നമ്മൾ വിചാരിച്ചെങ്കിൽ 96 03 ആയിട്ട് അതൊക്കെ റൊട്ടേറ്റ് ചെയ്തെടുത്തിട്ടാണ് കണ്ട 90 63 ആയിട്ട്. അപ്പൊ റൊട്ടേറ്റ് ചെയ്തും വരുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ 93 0ത്തിന്റെ ബ്ലോക്ക് കണ്ടാലും നമുക്ക് എടുക്കാം. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, മറക്കരുത്. പിന്നെ പല രീതിയിലും അത് റൊട്ടേറ്റിംഗ് ചെയ്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ റൊട്ടേഷൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കണ്ടെത്തുക നമ്പർ. ഇനി നമുക്ക് വേറൊരു നമ്പർ കൂടി കാണിച്ചു തരാം. അതായത് നമ്മളൊരു നമ്പർ മാത്രം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് നോക്കുക നിങ്ങൾ. 55 30 38 വന്നിട്ടുണ്ട്. അതായത് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 5 5 10 13 ഇതൊരു 13ന്റെ നമ്പറാണ്. 3 എണ്ണം കൂട്ടുമ്പോൾ ലാസ്റ്റ് 0 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 55 30 അതുപോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക നോക്കാം. നമുക്ക്
55 30 വന്നിട്ടുള്ളത്. നമുക്കിതൊരു 9ന്റെ നമ്പർ ആക്കണം. 9ന്റെ നമ്പർ ആക്കണമെങ്കിൽ എന്തായാലും ഇവിടെ 5 തന്നെ വരിക. കാരണം 5 × 10 13, 5 18 വരിക. 5 ഇടുമ്പോഴാണ് 18 കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ 55 35 തന്നെയാണ് ഒരു 18ന്റേതായ നമ്പർ. ഇതിനെ നമുക്ക് നോക്കുമ്പോൾ 6 1 കൂട്ടുമ്പോൾ ഇവിടെ 6 ആണ്, വീണ്ടും 6 തന്നെയാണ്. ഇവിടെ 1 കൂട്ടുമ്പോൾ 4 കിട്ടുന്നു, ഇവിടെ 1 കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ബ്ലോക്ക് 66 40ന്റെ ബ്ലോക്കാണ്. 66 0ന്റെ ബ്ലോക്കും നമുക്ക് ഓക്കെ ആക്കാം. 66 40ന്റെ ബ്ലോക്കും 66 0ന്റെ ബ്ലോക്കും ഇങ്ങനെ ബ്ലോക്കുകൾ കണ്ടെത്തുക. അപ്പൊ 55 30 വന്നിട്ടുള്ളതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം 66 0ന്റെ ബ്ലോക്കും 66 40ന്റെ ബ്ലോക്കും വന്നിട്ടുണ്ടോന്ന്. ഇതാണല്ലേ പിറ്റേ ദിവസം വന്നിട്ടുള്ള നമ്പർ 66 48 ആണ്. 66 0ന്റെ ബ്ലോക്ക് ഉണ്ടോ നോക്കട്ടെ. ആ 66 0ന്റെ ബ്ലോക്കും വന്നിട്ടുണ്ട്. കണ്ടല്ലോ 66 03 ആണ് വന്നിട്ടുള്ളത് മാത്രം. ഇവിടെ 66 45 അടിച്ചിട്ടുണ്ട് 5000-ല്. മനസ്സിലായ? കറക്റ്റ് നമുക്ക് ലാസ്റ്റ് നമ്പർ എല്ലാത്തിലും അങ്ങനെ കറക്റ്റ് ആവുന്നില്ല, ചില നമ്പറുകൾ മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ. അപ്പൊ 66 45 5000-ൽ അടിച്ചിട്ടുണ്ട്. അതുപോലെ പിറ്റേ ദിവസം 66 44 5000-ൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എങ്കിലും 66 0ന്റെ ബ്ലോക്കും ആ നമുക്ക് കിട്ടുന്ന 66 40ന്റെ ബ്ലോക്കും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതിൽ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമുക്ക് 66 46 ആണ് കിട്ടുന്നതെങ്കിൽ ഒരു നമ്പർ കുറഞ്ഞിട്ടും വരുന്നുണ്ട്. 66 45 അല്ലെങ്കിൽ 6. അതായത് നമ്മൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു നമ്പർ ഹൈലൈറ്റ് കിടക്കുന്ന ഈ ഒരു 5 ഉണ്ടല്ലോ, ആ ഒരു 5 66 45 ആയിട്ട് വന്നിട്ടുണ്ടാവാം. അതുപോലെ നമുക്ക് ഇവിടെ കിടക്കുന്ന നമ്പർ 93 45ന്റെ പകരം ഇവിടെ 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 എടുക്കാം. അങ്ങനെ ഒരു രീതിയിൽ നോക്കി നോക്കുന്ന ആള് നമുക്ക് വീണ്ടും നമുക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ഇതല്ലേ 6 4 10 13 ഇങ്ങനത്തെ 13ന്റേതായ നമ്പറുകൾ മാത്രം നിങ്ങൾ നോക്കി നോക്ക്. 6 4 10 13 ഈ ഒരു നമ്പർ നമുക്ക് നോക്കി നോക്കാം. 46 30 വന്നിട്ടുണ്ടെങ്കിൽ 6 4 10 13 ഇവിടെ 5 തന്നെയാണല്ലോ, വീണ്ടും നമ്പർ മാറ്റി എഴുതണ്ട. അപ്പൊ നമുക്ക് ഇത് നോക്കി നോക്കാം. 57 ഇവിടെ 1 കൂട്ടുമ്പോൾ 4 ആണ് വരുന്നത്. ഇവിടെ 57 46 ഈ ഒരു 57 40ന്റെ ബ്ലോക്കും 57 0ന്റെ ബ്ലോക്കുമാണ് നമുക്ക് വേണ്ടത്. ഈ രണ്ട് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 46 30 വന്നിട്ടുള്ളത് 28-ാം തീയതിയാണ്. നമുക്ക് അതിന് ശേഷം 57 40ന്റെ ബ്ലോക്ക് വന്നുണ്ടോ നോക്കാം. 57 40ന്റെ ബ്ലോക്കും 57 0ന്റെ ബ്ലോക്കും 57 08 പിറ്റേ ദിവസം തന്നെ, അതായത് 0ന്റെ ബ്ലോക്ക് പിറ്റേ ദിവസം തന്നെ വന്നിട്ടുണ്ട്. ചെറിയ പ്രൈസ് ആണെങ്കിലും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ഇവിടെ 57 43 ആണ് വന്നിട്ടുള്ളത്. ആ ലാസ്റ്റ് നമ്പർ കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. 57 43 ആ ഒരു ബ്ലോക്ക് ഇവിടെ 6 വന്നിട്ടില്ല. 6 അല്ലെങ്കിൽ 5 എടുത്താലും അപ്പോഴും നമുക്കിവിടെ ഒരു നമ്പർ കുറഞ്ഞു പോയിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്നറിയില്ല. അപ്പൊ ആ ഒരു ബ്ലോക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 57 0ന്റെ ബ്ലോക്ക്, പിന്നെ 57 0ന്റെ ബ്ലോക്ക് പിന്നെ ഒന്നുണ്ടോ നോക്കട്ടെ. 57 06 അതെ ഇവിടെ 57 09 ആയിട്ടാണ് അടിച്ചിട്ടുള്ളത്. കണ്ടല്ലോ ആ ഒരു 0ന്റെ ബ്ലോക്കും മുകളിൽ വന്നിട്ടുണ്ട്. ചിലതിൽ ഈ പറഞ്ഞ പോലെ 2 ബ്ലോക്കും വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലെ 2 ബ്ലോക്കുകൾ കിട്ടുന്നുണ്ട്. 57 40ന്റെ ബ്ലോക്ക് കിട്ടിയാലും 57 0ന്റെ ബ്ലോക്ക് കിട്ടിയാലും ഈ ബ്ലോക്കുകൾ വരുന്നുണ്ട്. അത് നമുക്ക് യോഗം ഉണ്ടെങ്കിൽ കറക്റ്റ് 46-ന് അടിച്ചേനെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 57 06 കിട്ടിയേനെ. പക്ഷെ ഇവിടെ അടിച്ചിട്ടുള്ള നമ്പർ 57 43 57 09-നാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ബ്ലോക്ക് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതും ഒരു 13ന്റെ നമ്പറിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 13ന്റേതായ ഒരു നമ്പർ 3 എണ്ണം കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് 0 വരുന്ന ഒരു നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കി നോക്ക്. 2 ബ്ലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ആ 2 ബ്ലോക്ക് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരുപാട് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരം വരും. കാരണം അവർക്ക് പല നമ്പറുകൾ ഇപ്പം നമ്മൾ ഈ വിചാരിച്ച പോലെ ഒരു നമ്പർ തന്നെ ആവില്ല അവർ എടുക്കുക. 5-6 നമ്പറൊക്കെ അവർ തുടർച്ചയായിട്ട് എടുത്തുനിന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപകാരമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് 1-2 ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്കൊന്നും ഉപകാരം ഉണ്ടാവില്ല ഈ ട്രിക്ക് കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കി നോക്ക്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.